പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സായാഹ്ന സമയത്ത് ഇവിടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സായാഹ്ന സമയത്ത് ഈ ആദിക്കാട്ട് ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ പിൻപിലുള്ളത് എന്തെന്നാൽ, ഞങ്ങളുടെ തകർച്ചയിൽ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവം, ഞങ്ങളുടെ മുറിവുകളെ ഉണക്കിയ ദൈവം, അതേകൂട്ടി ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയ ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുമായി, ഞങ്ങളുടെ സഹോദരങ്ങളുമായി കുറച്ച് സമയം പങ്കുവെക്കുവാനാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തുടർന്ന് പാട്ടുകൾ ശ്രവിക്കാം. അതേകൂടി തന്നെ മാറ്റമില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കാം. ആദ്യമായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നതാണ്. അതിനായിട്ട് കെസിയും ഷാരുണെ ക്ഷണിച്ചോളൂ.
പാടി സഹായിച്ച സഹോദരങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് നമുക്കൊരു തമിഴ് ഗാനം കേൾക്കാം. അതിനായിട്ട് സിസ്റ്റർ ജിനുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. நமக்கு போதும் மாணவர் இயேசு நல்லவர், நமக்கு போதும் மாணவர், அற்புதம் செய்பவர் அதிசயமானவர், அற்புதம் செய்பவர் அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர், இயேசு நல்லவர், நமக்கு போதும் மாணவர், இயேசு அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர், இயேசு நல்லவர், போதுமானவர், இயேசு நல்லவர், போதுமானவர். പാട്ടുപാടി സഹായിച്ച സഹോദരി ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും.
എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തിൽ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തിൽ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനെ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനെ. സുന്ദരരൂപനെ, വന്ദിതനാഥനെ, മാറനാഥ മാറനാഥ. സുന്ദരരൂപനെ, വന്ദിതനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്നിൽ നിന്നും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ, കാന്തനാമെന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ, കാന്തനാമെന്നേശുവേ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. പ്രൈസ് ലോർഡ്. ഗാനങ്ങൾ പാടിയ സഹോദരങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മാറ്റമില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ വചനത്തെക്കുറിച്ച് കേൾക്കാം. അതിനായിട്ട് പാസ്റ്റർ ദിനേശ് പത്തനാപുരത്തിനെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഉച്ചഭാഷിണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിക്കുന്ന ആദിക്കാട്ട് ജംഗ്ഷനിലുള്ള പ്രിയപ്പെട്ട വ്യാപാര സുഹൃത്തുക്കൾ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, യാത്രക്കാരായി വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഭവനത്തിന്റെ അകത്തും മറ്റുമായി ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള ഈ ആദിക്കാട്ട് ജംഗ്ഷനിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് വീണ്ടും വരുന്ന
യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ കുറച്ചുപേർ ഈ പ്രദേശത്ത് വന്ന് ഇങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ പാടി വളരെ സന്തോഷത്തോടെ നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിൻ്റെ രഹസ്യം വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശം, ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്ന ഈ വാർത്തയ്ക്ക് സുവിശേഷം എന്നാണ് പേര് പറയുന്നത്. സുവിശേഷം. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ്. ആദിക്കാട്ട് ജംഗ്ഷനിലുള്ള ഏറ്റവും ബഹുമാന്യരായ നാട്ടുകാർക്കറിയാം, നമ്മളെല്ലാവരും വിവിധ തരത്തിലുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലായ്പ്പോഴും നാം കേൾക്കുന്ന വാർത്തകൾ നമുക്കൊട്ടും സന്തോഷം നൽകുന്ന വാർത്തയല്ല. നാം കേൾക്കുന്ന വാർത്തകൾ നമുക്ക് നിരാശ തോന്നുന്ന വാർത്തകളാണ്. യൗവനക്കാരായ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും മയക്കുമരുന്നിന് അടിമകളായി മാറി മനോരോഗികളെ പോലെ അപ്പനെയും അമ്മയെയും തിരിച്ചറിയാതെ, സഹോദരങ്ങളെ തിരിച്ചറിയാതെ അവർ കാട്ടിക്കൂട്ടുന്ന ഹീനകൃത്യങ്ങൾ, കുറ്റകൃത്യങ്ങൾ നാം ദിവസം തോറും കാണുകയാണ്. നൊന്തു പ്രസവിച്ച മാതാവിനെ കഴുത്തറുത്ത് കൊല്ലുന്ന മകൻ, അധ്യാപകന്റെ മുഖത്ത് നോക്കി നീ വെളിയിലിറങ്ങി വാ, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന വിദ്യാർത്ഥി. അല്ലേ? നമ്മുടെ നാട്ടിൽ നാം ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇന്ന് നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഉപയോഗമാണ്. ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. നല്ലൊരു ശതമാനം ആളുകൾ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത നിലയിൽ മദ്യത്തിന് അടിമകളാണ്, ആസക്തിയിൽ അടിമകളായി ചികിത്സ ആവശ്യമുള്ളവരാണ്. മദ്യത്തിനേക്കാൾ അപ്പുറമായി മയക്കുമരുന്ന്, സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്ന മയക്കുമരുന്നിന്റെ വലിയ പിടിയിലായി നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളം. കുഞ്ഞുങ്ങളെല്ലാവരും ഇതിനടിമകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്ന് അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ എത്ര വലുതാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം, അതിനകത്ത് വന്ന ഒരു റിപ്പോർട്ട് എന്നെ അത്ഭുതപ്പെടുത്തി. അതിനകത്ത് അവർ പറയുകയാണ്, നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലെ ഡി അഡിക്ഷൻ സെന്ററുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ദിനം പ്രതി മദ്യാസക്തിയിൽപ്പെട്ടവരെ ചികിത്സിക്കേണ്ടത് ആവശ്യമായി വരികയാണ്. മയക്കുമരുന്നിന് അടിമകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിലും വലിയൊരു കാര്യം നമുക്കറിയാം, മാനസിക രോഗ ചികിത്സാ കേന്ദ്രങ്ങൾ, അവിടെ 100-200 ഒക്കെ ബെഡുള്ള ചികിത്സാ കേന്ദ്രങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ആ റിപ്പോർട്ടിൽ കേട്ടത്, മാനസിക രോഗ ചികിത്സാ കേന്ദ്രങ്ങളിൽ ബെഡുകൾ ഒഴിവില്ലാതെ വണ്ണം ആളുകൾ അതിനകത്ത് വന്നുകൊണ്ടിരിക്കുക. ഈ വന്ന മാനസിക വിഭ്രാന്തി കാണിച്ച രോഗികളെ കുറിച്ചൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത്, ഇവരാരും ജന്മന ഇത്തരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായവരല്ല, പാരമ്പര്യമായി മാനസികമായ പ്രശ്നങ്ങൾ വന്നവരല്ല. ഇവരിൽ ഭൂരിപക്ഷവും ഇന്ന് സുലഭമായിരിക്കൊണ്ടിരിക്കുന്ന മയക്കും മരുന്നിന് അടിമകളായി മാനസിക നില തെറ്റിയവരാ. പ്രിയപ്പെട്ടവരെ, പലരും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് നിസാര കാര്യത്തിന് വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? അമ്മയെ കൊന്നത്, അപ്പനെ കൊന്നത്,
എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ കാരണം പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. നിസാര കാര്യത്തിന് വേണ്ടിയാ ഇത് ചെയ്യുന്നത്. ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് അവന്റെ അകത്ത് അവന്റെ സിരകളിൽ ഓടുന്ന മയക്കുമരുന്നിന്റെയും സിന്തറ്റിക് ഡ്രഗിന്റെയും ഒക്കെ ഉപയോഗമാ അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ മാതാപിതാക്കളെ അനുസരിച്ച് അധ്യാപകരെ അനുസരിച്ചൊക്കെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന നമ്മുടെ മക്കളൊക്കെ അല്ലെ വയലന്റ് ആയിക്കൊണ്ടിരിക്കുക. ഒന്നും അവരോട് പറയാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഇങ്ങനെ മദ്യത്തിനടിമകളായി മയക്കുമരുന്നിനടിമകളായി നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ആളുകൾക്ക് മോചനം കൊടുക്കുവാൻ ഒരുപാട് കാര്യപരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റിന്റെ അവരുടെ ഈ പ്രവർത്തനങ്ങൾക്കൊന്നും ഇവിടുത്തെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എനിക്ക് വിരോധാഭാസമായി തോന്നിയൊരു കാര്യമുണ്ട്. നാടുനീളെ മദ്യശാലകൾ കൂടുതൽ അനുവദിച്ചിട്ട് മദ്യം കഴിക്കുന്നത് പ്രശ്നമാണെന്നൊക്കെ ചെറിയ രീതിയിൽ പറഞ്ഞാൽ ആളുകൾ അതിനെ തുനിയാതിരിക്കും. മദ്യവും മയക്കുമരുന്നും കൊണ്ട് നമ്മുടെ നാട് വല്ലാതെയായി. സ്വാമി വിവേകാനന്ദൻ താൻ ജീവിച്ചിരുന്ന കാലത്ത് പണ്ട് ഇങ്ങനെ പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയം. അന്ന് നിലവിലിരുന്ന അനാചാരങ്ങൾ, സതി, അല്ലെ, അയിത്തം, ഇങ്ങനെയുള്ള അനാചാരങ്ങളെയൊക്കെ കണ്ടിട്ട വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയം. ഞാൻ ചിന്തിക്കുക, ഇന്നാണ് വിവേകാനന്ദൻ ജീവിച്ചിരുന്നതെങ്കിൽ എന്തു പറയുമായിരുന്നു? അന്നുള്ളതിനേക്കാൾ എത്രയോ മനുഷ്യൻ മാറിയിരിക്കുന്നു. മാതാപിതാക്കന്മാരെ ബഹുമാനമില്ലാത്ത തലമുറകൾ വളർന്നു വരുന്നു. കുടുംബ ബന്ധങ്ങൾ തകർന്നില്ലേ? ഞാൻ ചോദിക്കുകയാ. മദ്യവും മയക്കുമരുന്നും ഉണ്ടാക്കുന്ന ഈ വലിയ കെടുതികൾ എവിടെയാ ചെന്നെത്തി നിൽക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പലതും തകർന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാ. പരമപവിത്രമായി കരുതിയിരുന്ന കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത് കേരളത്തിലാ. ഈ റോഡിലൂടെയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്ത് പോയപ്പോഴത്തേക്ക് 2 പ്രാവശ്യം എതിരെ വന്ന വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വന്നു. നോക്കിയപ്പോ ചെറുപ്പക്കാരാ ഓടിക്കുന്നത്. അവരുടെ കയ്യിൽ, അവരുടെ അകത്ത് സിരകളിൽ അല്ലെ നിറയുന്ന ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ലഹരിയിൽ വെച്ച് പായുകയാ. 100-120 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാ. സംഭവിക്കുന്നത് എന്താ? അപകടമാണ്. ഇതുണ്ടാക്കുന്ന അപകടം എത്ര വലുതാ! എത്ര പേരുടെ ജീവനാ റോഡിൽ പൊലിഞ്ഞത്! നിരപരാധികൾ എത്ര പേരാ തകർന്നത്! ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിനകത്തേക്ക് ചെന്നാൽ ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ അല്ലെ ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാ. ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാ, സംശയം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടാകും. ഈ മയക്കുമരുന്നും മദ്യവുമൊക്കെ അകത്ത് ചെന്നാൽ പിന്നെ ഭാര്യയെ സംശയമാ, ആളുകളെ സംശയമാ. സംശയത്തിന്റെ പേരിൽ കൊലകൾ നടക്കുകയാ. ഇതിനെല്ലാം കുടപിടിക്കുവാൻ ചില അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൂടെ ആകുമ്പോ പാലക്കാടുള്ള ചെന്താമരയെ പോലുള്ള ആളുകൾ ജനിക്കുക. അല്ലെ, ജ്യോത്സ്യൻ പറഞ്ഞു അത്രേ, മുടിനീളം ഉള്ള ഒരു സ്ത്രീയുണ്ട്. അങ്ങനെ ചിലരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് പറയുക, അവരെല്ലാരും കൂടെ ഉപദേശിച്ചിട്ട് തന്റെ ഭാര്യ തന്നെ സ്നേഹിക്കാത്തത്. കണ്ടില്ലേ, 3 പേരെയല്ലേ ഇന്ന് തള്ളിയത്. ഇനിയും ഇറക്കി വിട്ടാൽ എന്തൊക്കെ സംഭവിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉണ്ടാക്കുന്ന വിന കണ്ടോ? നാട്ടിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടാക്കുന്ന വിന കണ്ടോ? കേരളം ഒരു ഭ്രാന്താലയം. ഇന്ന് ആദിക്കാട്ട് ജംഗ്ഷനിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നകലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ ഞങ്ങളിവിടെ കുറെ പേർ സന്തോഷത്തോടെ പാട്ടൊക്കെ പാടി ഇന്നിവിടെ നിൽക്കുന്നതിനുള്ള കാര്യമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിനെല്ലാം പരിഹാരം തരുവാൻ, ഇതിനെല്ലാം മാറ്റം തരുവാൻ കഴിവുള്ള ഒരു വ്യക്തിയെ ആദിക്കാട്ട് ജംഗ്ഷനിൽ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആരാ വ്യക്തി?
ആ വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു. ഇത് പറയുമ്പോ ആദിക്കാട്ട് ജംഗ്ഷനിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് പറയും, യേശുക്രിസ്തുവിന് എങ്ങനെ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ പറ്റും? എന്റെ മദ്യപാനത്തിൽ നിന്ന് യേശുക്രിസ്തു എന്നെ എങ്ങനെ വിടുവിക്കും? എന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്ന് യേശു എന്നെ എങ്ങനെയാ വിടുവിക്കുന്നത്? എന്റെ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് യേശു എങ്ങനെയാ വിടുവിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം, യേശുക്രിസ്തുവിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരകനാ യേശു. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ആരാണ് യേശു എന്ന് നിങ്ങൾ എല്ലാവരും അറിയണം. ലോകത്തുള്ള ആളുകളോടൊക്കെ ചോദിച്ചാൽ ആളുകൾ പറയും, യേശു ക്രിസ്ത്യാനിയുടെ ദൈവമാണ്, അവനൊരു നബിയാണ്, അവിടുന്ന് ഒരു മതപുരോഹിതനാണ്, ധാർമ്മികമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരാളാണ്. ആദിക്കാട്ട് ജംഗ്ഷനിലെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, സർവ മനുഷ്യന്റെയും ദൈവമാണ്. ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ വീണ്ടും പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? എന്താണ് മനുഷ്യൻ ഇങ്ങനെ അധപ്പതിക്കുവാൻ കാരണം? അതാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. മനുഷ്യൻ ഇങ്ങനെ പാപം ചെയ്ത് മദ്യപാനിയായി, മയക്കുമരുന്നിന് അടിമയായി, ദൈവമില്ലാത്തവനായി, തകർന്ന് കുടുംബബന്ധം തകർത്ത്, ഭാര്യയെയും ഉപേക്ഷിച്ച് മകനെയും മകളെയും ഒക്കെ അമരല്ലേ ഉപദ്രവിച്ച്, കൊലപാതകിയായി, പിടിച്ചുപറിക്കാരനായി, മോഷ്ടാവായി, തകർന്ന് തരിപ്പണമായി കിടക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരേ ഒരു കാരണം, മനുഷ്യന്റെ അകത്ത് ദൈവം നൽകിയിരുന്ന ദൈവത്തിന്റെ തേജസ് നഷ്ടമായി മനുഷ്യന്. ഇതാ കാരണം. ആദിക്കാട്ട് ജംഗ്ഷനിൽ എന്നെ കേൾക്കുന്ന സകല മനുഷ്യരോടും ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മോശമായിരിക്കാം, സമ്പത്തില്ലായിരിക്കാം, നിങ്ങൾക്കൊരു നല്ല വീടില്ലായിരിക്കാം, നിങ്ങൾക്ക് സഹോദരങ്ങളില്ലായിരിക്കാം, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിലയില്ലാത്ത ആളല്ല, വില കുറഞ്ഞ ആളല്ല. നിങ്ങളൊരു മനുഷ്യനാണോ? ബൈബിള് പറയുന്നത് നിങ്ങൾ ദൈവത്തിന് ഏറ്റവും വിലയുള്ള ആളാണ്. എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിന് ഏറ്റവും വിലയുള്ളതായത്? മനുഷ്യന്റെ അകത്ത് ദൈവം നൽകിയ ആത്മാവ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ വിലയുള്ളവനാ. അതുകൊണ്ടാണ് ബൈബിള് പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ മനുഷ്യന് പറ്റിയത്? മനുഷ്യൻ ഇങ്ങനെ തകരാൻ കാര്യം എന്താ? അതാ ഞാൻ പറഞ്ഞത്. മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി. എങ്ങനെയാ ഈ തേജസ് നഷ്ടമാക്കിയത്? മനുഷ്യൻ പാപം ചെയ്തു. നിങ്ങൾ എന്നോട് ചോദിക്കും, ഉപദേശി പാസ്റ്ററെ, ഞങ്ങളാരും പാപികളല്ല, ഞങ്ങളൊരു പാപവും ചെയ്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജനിച്ചിട്ട് ഇന്ന് വരെ ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിലും ബൈബിള് പറയുന്നത്, നിങ്ങൾ ആദം എന്ന് പറയുന്ന ഏക മനുഷ്യന്റെ വംശപരമ്പരയിൽ പെട്ടയാളാ. ആദിയിൽ ദൈവം ഈ ആകാശവും ഭൂമിയും ചരാചരങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലെ മണ്ണുകൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി, മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി, അവന്റെ മൂക്കിൽ ജീവശ്വാസം മൂടി ജീവനുള്ള ദേഹിയായി മനുഷ്യൻ മാറി. ആ മനുഷ്യനോട് ദൈവത്തിന്റെ കൽപ്പനകളും ഇഷ്ടവും അനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞു. പക്ഷേ ബൈബിള് പറയുന്നത്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ, ദൈവത്തിന്റെ ഇഷ്ടം തോക്കാതെ മനുഷ്യൻ പാപം ചെയ്തു, സ്വതന്ത്രമായി ജീവിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ദൈവം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോ ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യന്റെ തെരഞ്ഞെടുപ്പാണ് പാപം എന്ന് പറയുന്നത്. ഇന്ന് എന്താ അറിയോ മനുഷ്യൻ ഈ പാപമൊക്കെ ചെയ്യുന്നത്? ഒരു വാത്സല്യ പിതാവിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നു. പറയട്ടെ, മനുഷ്യൻ ദൈവമില്ലാതെ ജീവിക്കുന്നതാ. മനുഷ്യനെന്ന് ദൈവം വേണ്ട, അല്ലെ? 10 പൈസ കയ്യിലുണ്ടെങ്കിൽ, കുറച്ച് ആരോഗ്യമുണ്ടെങ്കിൽ, ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ആരടാ ഏതടാ എന്ന് പറയുക. ദൈവം വേണ്ട, ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് തീരുമാനിക്കുക. മനുഷ്യന്റെ ഈ ഒറ്റയ്ക്കുള്ള തെരഞ്ഞെടുപ്പാ പാപം. ദൈവമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിച്ചു, അതിന് പറയുന്ന പേരാ പാപം. ദൈവമില്ലാതെ മനുഷ്യൻ തീരുമാനിച്ചു, മനുഷ്യൻ പാപിയായി മാറി. ദൈവം തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം മനുഷ്യൻ തിന്നു, മനുഷ്യൻ പാപിയായി.
ദൈവ തേജസ്സില്ലാത്തവനായി മാറി. പാപിയായ മനുഷ്യന് പിന്നെ സന്താന പരമ്പരകൾ ജനിച്ചു. ബൈബിൾ പറയുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നിരിക്കുന്നു. വചന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പാപം ചെയ്തത് കൊണ്ട് മാത്രമല്ല നിങ്ങൾ പാപിയാകുന്നത്. ആദമെന്ന് പറയുന്ന ആ മനുഷ്യന്റെ പാപം ആദമിന്റെ വംശപരമ്പരയിൽപ്പെട്ട സകല മനുഷ്യരിലേക്കും വ്യാപിച്ചു. ആദമിന്റെ മകൻ കയീൻ എന്ന് പറയുന്ന മനുഷ്യൻ ആദമിന്റെ മൂത്ത മകനാ. കയീന്റെ പാപം കൊലപാതകമാ. അപ്പൻ അനുസരണക്കേട് കാണിച്ചപ്പോ മകൻ സ്വന്തം സഹോദരനെ കൊന്നു. പാപത്തിന്റെ വളർച്ച നോക്കിക്കേ. ഇന്നെങ്ങനെ പാപം വളർന്ന് പന്തലിച്ച് മനുഷ്യന്റെ ആകൃത്യം അല്ലേ അവന്റെ തലയ്ക്ക് മീതെ വളർന്നിരിക്കുകയാ. ഈ ഭൂമി മുഴുവൻ മനുഷ്യന്റെ ആകൃത്യം കൊണ്ട് പാപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. എവിടെ തിരിഞ്ഞാലും പാപമല്ലേ. 4 വയസ്സുള്ള കുഞ്ഞിനും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത നിലയിൽ ഈ ഭൂമി വഷളായില്ലേ. കേൾക്കുന്ന വാർത്തകൾ കേട്ടോ. കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് വാർത്ത കേട്ടില്ലേ, 13 വയസ്സുള്ള കുഞ്ഞിനെ പിച്ചിച്ചിന്തിയ കഥ. മനുഷ്യന്റെ പാപം എത്ര ആധമമായ പാപം. ഈ പാപം മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാ. കാരണം ദൈവ തേജസ് മനുഷ്യന് നഷ്ടമായി. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഗവൺമെന്റ് വിചാരിച്ചാൽ മനുഷ്യനെ നന്നാക്കാൻ പറ്റുമോ? ഇവിടുത്തെ പോലീസ് സംവിധാനം വിചാരിച്ചാൽ മനുഷ്യർ നേരെയാകുമോ? ഇവിടുത്തെ ഏതെങ്കിലും ജയിലിൽ കൊണ്ടുപോയി ആളുകളെ കൊണ്ട് ശിക്ഷിച്ചിട്ടാൽ പാപത്തിന് പരിഹാരം വരുമോ? ഇല്ലവേ ഇല്ല. നമുക്കറിയാം, ജയിലിൽ ചെറിയ കുറ്റം ചെയ്ത് ജയിലിനകത്ത് പോകുന്നവനൊക്കെ കൊടും ക്രിമിനലായി തിരിച്ചു വരികയോ. നിയമം കൊണ്ട് മനുഷ്യൻ നന്നാവില്ല. പാപം വളരെയധികം പരന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് പാപത്തിന് പരിഹാരമുണ്ടാകണം. എങ്ങനെയാ പാപത്തിന് പരിഹാരമുണ്ടാകുന്നത്? പാപത്തിന് പരിഹാരമുണ്ടാകാൻ അതാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ പ്രസക്തി. നേരത്തെ പറഞ്ഞില്ലേ യേശു എങ്ങനെ ആളുകളെ വിടുവിക്കുന്നത്? യേശു ആരാണെന്ന്? ദൈവപുത്രനായ യേശു ഈ താണലോകത്തിലേക്ക് വന്നു. അവിടുന്ന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാ. എന്തിനാ അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത്? മനുഷ്യന്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കാൻ. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. യേശു എങ്ങനെയാ പാപത്തിന് പരിഹാരം വരുത്തിയത്? പാപത്തിന്റെ പരിഹാരം എങ്ങനെയാ വരുന്നത്? പാപത്തിന്റെ ശിക്ഷ എന്താ? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണം എന്ന് പറയുന്നതാണ് പാപത്തിന്റെ ശമ്പളം. പാപം ചെയ്ത് എല്ലാവരും മരിക്കണം. ബൈബിൾ പറയുന്നത് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ മരണത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുക. മനുഷ്യന് 2 മരണമുണ്ട് കേട്ടോ. ഈ ലോകത്ത് നമ്മുടെ ശരീരത്തിനൊരു മരണമുണ്ട്. നമ്മുടെ ശരീരം ഈ മണ്ണിൽ നിന്ന് എടുത്തതാ, ഈ മണ്ണിലേക്ക് മടങ്ങിപ്പോകും. പക്ഷേ അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാനമാകുന്നില്ല. പാപത്തിന് പരിഹാരം വരുത്താതെ ഈ ലോകത്ത് മരണം മൂലം ഈ ലോകത്തുനിന്ന് വേർപെട്ടു പോയാൽ പിന്നെ ഒരു മരണമുണ്ട്. അതിന് നിത്യമരണമെന്നാ ബൈബിൾ പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന് എന്നേക്കുമാകുന്ന നരകമെന്ന നിത്യശിക്ഷ. രക്ഷപ്പെടാൻ എന്താണ് മാർഗം? സ്വർഗത്തിൽ പോകാൻ എന്താണ് മാർഗം? മാർഗമാണ് ഞങ്ങൾ പറയുന്നത്. മനുഷ്യന്റെ ഒരു പ്രവൃത്തി കൊണ്ടും സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. ചില മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ, ദൈവത്തിന്റെ അടുക്കൽ പോകാൻ നല്ല പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ ചെയ്താൽ മതി. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്താൽ സ്വർഗത്തിൽ പോകാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യന്റെ ഒരു നല്ല പ്രവൃത്തിക്കും മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുകയില്ല. നാം എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ബൈബിൾ പറയുന്നതൊക്കെ കറ പോരേണ്ട തുണി പോലെയാണ്. പിന്നെ എങ്ങനെയാ മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്? ആർക്കാണ് പോകാൻ പറ്റുന്നത്? ഒറ്റ കാര്യം വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആരാണ് യേശുക്രിസ്തു? ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. ആളുകൾ പറയുന്നത് അവനൊരു പ്രവാചകനാണെന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു ഒരു പ്രവാചകൻ മാത്രമല്ല, കേവലം ഒരു പ്രവാചകനല്ല കേട്ടോ. ആളുകൾ പറയുന്നത് യേശു ഒരു ധാർമ്മിക ഉപദേഷ്ടാവാ, ഒരു മതത്തിന്റെ ഉപദേഷ്ടാവാ. അയ്യോ അല്ല കേട്ടോ, യേശു ഒരു ധാർമ്മിക ഉപദേഷ്ടാവല്ല. ആളുകൾക്ക് ഇങ്ങനെ പല അഭിപ്രായങ്ങളാ. പ്രിയപ്പെട്ടവരോട് പറയുന്നു, യേശു ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാ. ആ ഏകജാതനായ ദൈവപുത്രൻ എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? മനുഷ്യന്റെ പാപം എന്ന് പറയുന്ന അടിയന്തര പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ. എങ്ങനെയാ പാപത്തിന് യേശുക്രിസ്തു പരിഹാരം വരുത്തിയത്? പാപത്തിന്റെ ശിക്ഷയായ മരണം തന്റെ ശരീരത്തിലേക്ക് താൻ വഹിച്ചു. ബൈബിൾ പറയുന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ദൈവപുത്രനാണ്. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിക്കാനാ. യേശുവിന്റെ മരണത്തെ കുറിച്ച് താങ്കൾ കേട്ടിട്ടില്ലേ? യേശുവിനെ റോമൻ ഗവൺമെന്റ് ഒരു ക്രൂശിൽ അവനെ തറച്ചു കൊന്നു. ആളുകൾ പറയുന്നത് അത് കേവലം അല്ലേ ഒരു മരണമാ. അല്ല കേട്ടോ, യേശുക്രിസ്തുവിന്റെ മരണം പാപികളായ
ആമേൻ, പാപികളായ നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. വചനം കേൾക്കുന്ന ആദിക്കാട്ട് ജംഗ്ഷനിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് പറയാനുണ്ട്, യേശുക്രിസ്തു നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാ ക്രൂശിൽ മരിച്ചത്. യേശുവിന്റെ കൈകാലുകളിൽ കാലിരുമ്പാണി അടിച്ചു കയറ്റിയത് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. യേശുവിന്റെ തലയിൽ വലിയ മുൾക്കിരീടം അടിച്ചു കയറ്റിയത് താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കാൽവറി ക്രൂശിൽ യേശു മരണപ്പെട്ടത് മനുഷ്യന്റെ അധമമായ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള സത്യവാർത്ത. നിങ്ങളുടെ ജീവിതത്തിന് പരിഹാരം വരുത്തുവാൻ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ, ജീവിതത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ഒറ്റ മാർഗമേ ഉള്ളൂ. ബൈബിൾ പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഞങ്ങൾ എന്തിനാ ഈ വൈകിട്ട് സമയം ഇവിടെ വന്നതെന്നറിയാമോ? മദ്യത്തിനടിമയായി, മയക്കുമരുന്നിനടിമയായി, ജീവിതത്തിൽ തകർന്ന് സാമ്പത്തിക തകർച്ചയിലായി. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? എന്നെ ആരെന്ന് വിടുവിക്കും? എന്നെ ആരെന്ന് സഹായിക്കും എന്ന് പറഞ്ഞ് നിരാശയോടെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയില്ല. ഒരിസങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയില്ല. നിങ്ങളെ രക്ഷിക്കാൻ ഒരുവന് കഴിയും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. പാസ്റ്ററെ, യേശു മരിച്ചില്ലേ? മരിച്ച യേശുവിനെ ഞങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? നിങ്ങളോട് ചോദിച്ചേക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് സത്യവാർത്ത പറയട്ടെ, ക്രൂശിൽ മരിച്ച യേശുവിനെ അവിടെ ഒരു കല്ലറയിൽ അടക്കി. പ്രൈസ് ദി ലോർഡ്. 3 ദിവസം ഒന്നും സംഭവിച്ചില്ല. 3-ാം ദിവസം മരണത്തെ ജയിച്ചുകൊണ്ട്, പാതാളത്തെ ജയിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഈ ദൂത് ഇവിടെ വിളിച്ചു പറയുമ്പോ, ആദിക്കാട്ട് ജംഗ്ഷനിലുള്ള പ്രിയപ്പെട്ടവരെ, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ ആവേശത്തോടെ പറയുമ്പോ, ഇന്നും ഇസ്രായേലിൽ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുകയാണ്. അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെയില്ല. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പറയുക, ഇനി നിങ്ങൾക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഞങ്ങൾ എന്തിനാ ആവേശത്തോടെ ഈ ജംഗ്ഷനിൽ വന്നെന്നറിയാമോ? ഞങ്ങൾ ഈ വിശ്വാസത്തിൽ വന്നത് എന്തിനാണെന്നറിയാമോ? അമേരിക്കയിൽ പോകാനല്ല, പണമുണ്ടാക്കാൻ വേണ്ടിയല്ല. ആളുകൾ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. ഇത് പണമുണ്ടാക്കാനുള്ള മാർഗമാ. ഇത് പണത്തിന് വേണ്ടിയല്ല കേട്ടോ. ഞങ്ങൾ വന്നത് പാപമോചനത്തിന് വേണ്ടിയാ. ഈ ലോകത്തിലെ ഒരു മതത്തിനും, ഒരു ഇസങ്ങൾക്കും, ഒരു വ്യക്തിക്കും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റുകയില്ല. യേശുവിന് മാത്രം. യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിലേക്ക് ഒരുപാട് വഴികളില്ല, ദൈവത്തിലേക്ക് ഒറ്റ വഴി. പല വഴികളിലൂടെ പോകാമെന്ന് ആളുകൾ പല വഴികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ നസറേയനായ യേശു മാത്രം വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇന്ന് വചനം കേൾക്കുന്ന ആദിക്കാട്ട് ജംഗ്ഷനിലെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴി യേശുവാ. പാപികളായ നമുക്ക് വേണ്ടി മരിച്ച യേശു, നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ തന്റെ ജീവൻ അർപ്പിച്ച യേശു. ആ യേശുവിന്റെ രക്തത്തിന് നിങ്ങളുടെ പാപത്തെ പരിഹരിക്കാൻ കഴിയും. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം പറ്റാൻ പറ്റും. നിങ്ങളുടെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ യേശുവിന് കഴിയും. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, 10,000-കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യമാ. ഞങ്ങൾ ഇന്ന് ഇത്തരവിൽ ഈ ജംഗ്ഷനിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഞങ്ങൾ ഇത് അനുഭവിക്കുന്നത് കൊണ്ടാ. സമാധാനമില്ലാതെ അലയുന്നവരാണോ നിങ്ങൾ? കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതെന്നറിയാമോ? എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്കൊരു നല്ല വാക്ക് പറയാൻ ആളില്ല, എന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ ആളില്ല, മരിക്കുന്നതാണ് ഭേദം. അങ്ങനെ പറഞ്ഞല്ലേ ആളുകൾ മരിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിന്റെ വാക്കുകൾ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. ആദിക്കാട്ട് ജംഗ്ഷനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഞങ്ങൾക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യില്ല. കാരണം
ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രശ്നഘട്ടത്തിലും ഞങ്ങളുടെ കരം പിടിക്കുന്ന ഒരുവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അതാണ് യേശു. ഞാൻ പറഞ്ഞില്ലേ, യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്ന് തുറന്നു കിടക്കുന്നു. കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് അവൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു, ലോകത്തിലുള്ള സകല മനുഷ്യരോടും ഈ സുവിശേഷം പറയണം. ഇനി പാപമോചനത്തിന് വേണ്ടി നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ആരും അർപ്പിക്കണ്ട. ആരും ഇനി ആത്മഹത്യ ചെയ്യണ്ട. ഇനി ആരും മദ്യത്തിനടിമയാകണ്ട. ജീവിതം തകർന്നു പോകണ്ട. ഞാൻ എല്ലാവരെയും സഹായിക്കും. പ്രശ്നത്തിന് ഞാൻ പരിഹാരം വരുത്തും. പാപ സ്വഭാവത്തിന് പരിഹാരം വരുത്തും. വചനം കേൾക്കുന്നവരോട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. നിങ്ങൾ ചോദിക്കും, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് പാസ്റ്റർ പറഞ്ഞു. ഞങ്ങൾക്കത് എങ്ങനെയാ കിട്ടുക? ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ്. നിങ്ങൾ ഏത് മതവും ആയിക്കോട്ടെ സഹോദര, നിങ്ങൾ ആരുമായിക്കോട്ടെ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിന്റെ ഗുണം, അവിടുന്ന് ഈ ഭൂമിയിൽ വന്നതിന്റെ ഗുണം താങ്കൾക്ക് കിട്ടാൻ ഒറ്റ കാര്യം മതി. ഇന്ന് ഞങ്ങൾ ഈ പറയുന്ന സന്ദേശം താങ്കളൊന്ന് വിശ്വസിച്ചാൽ മതി. എന്ത് വിശ്വസിക്കണമെന്നറിയാമോ? ഞാനൊരു പാവിയാൻ. സമ്മതിക്കണം കേട്ടോ. എന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ ജീവിതം ശരിയാക്കാൻ ലോകത്തിലൊരു ശക്തിക്കും പറ്റുകയില്ല. പലരും ശ്രമിച്ചതാ, നടന്നില്ല. യേശുവേ, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എന്റെ പാപ സ്വഭാവത്തിന് പരിഹാരം വരുത്തണമേ. എന്റെ മദ്യപാനത്തിന് പരിഹാരം വരുത്തണമേ. എന്റെ തിന്മകൾക്ക് പരിഹാരം വരുത്തണമേ. എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി യേശുവിനോട് താങ്കളൊന്ന് പ്രാർത്ഥിച്ചാൽ, യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്നൊന്ന് വിശ്വസിച്ചാൽ ഒരു വലിയ അത്ഭുതം നടക്കും. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് യേശു കടന്നു വരും. ഇന്ന് വചനം കേൾക്കുന്ന ആദിക്കാട്ട് ജംഗ്ഷനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യത്തോടെ ഞാൻ പറയാം. നിങ്ങളുടെ ഈ ശരീരമുണ്ടല്ലോ, ഇത് മദ്യപാനത്താൽ തകർക്കേണ്ടതല്ല, മയക്കുമരുന്ന് ഉപയോഗിച്ച് തകർക്കേണ്ടതല്ല. ഇത് ദൈവത്തിന്റെ ദേവാലയമാ, ദൈവം വസിക്കുന്ന ആലയമാ. ബൈബിള് പറയുന്നത് അങ്ങനെ. ദൈവം വസിക്കുന്ന ഏതെങ്കിലും വലിയ വലിയ പല കെട്ടിടങ്ങൾക്കകത്തല്ല, പകരം എന്റെയും നിങ്ങളുടെയും ഈ ശരീരത്തിലാ. ഈ ശരീരത്തിലേക്ക്, താങ്കളുടെ ഹൃദയത്തിലേക്ക് യേശു കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. താങ്കളൊന്ന് വിശ്വസിക്കുമോ? യേശുവേ, എനിക്കൊരു വിടുതൽ വേണം. എന്റെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകണം. എന്റെ പാപ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാകണം. എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വരും. ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ആദിക്കാട്ട് ജംഗ്ഷനിലുള്ള ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ തകർന്നവർ, ഒറ്റപ്പെട്ടവർ, ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവർ, അവർക്ക് പരിഹാരകൻ യേശുവാൻ, സഹായകൻ യേശുവാൻ, അവിടുന്ന് മാത്രമേ രക്ഷിക്കാനുള്ളൂ ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചു. അവിടുന്ന് ക്രൂശിൽ മരിച്ചത് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടെയാണ് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചു. നിന്റെ മക്കൾക്ക് അത് വിശ്വസിക്കുവാൻ കൃപ കൊടുക്കണമേ. അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ചെല്ലണമേ. അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തണമേ. ഇന്ന് ഈ ദൂതുകെട്ട സകലതയെയും എന്റെ കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക. അവസാനം ഞങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രസ്താവിക്കുന്നതായിരിക്കും. താങ്ക് യു. ഇത്രയും സമയം മാറ്റമില്ലാത്ത വചനം പ്രിയദാസൻ നമ്മളുടെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. സംസാരിച്ച പാസ്റ്റർ ദിനേശ് പത്തനാപുരത്തിനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. തുടർന്ന് നമ്മുടെ സഹോദരങ്ങൾ ഒരു ഗാനം ആലപിക്കുന്നതാണ്. അവരെ ക്ഷണിച്ചോളൂ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരച്ചിപ്പിനായി പണിഞ്ഞ നഗരമതിൽ, പരച്ചിപ്പിനായി പണിഞ്ഞ നഗരമതിൽ, പരമ
പ്രൈസ് ലോഡ് ഗാനങ്ങൾ പാടിയ സഹോദരങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതിന് നിങ്ങളോടുള്ള എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടായ്മയ്ക്ക് വരാനോ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ വെസ്റ്റ് കല്ലട AG ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കൃഷിഭവൻ്റെ തൊട്ടടുത്തായിട്ടുള്ള AG ചർച്ചിൽ നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം. ഇവിടെ പ്രസംഗിച്ച പാസ്റ്റർ ദിനേശ് പത്തനാപുരം അവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയം വരാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്ന് നമുക്ക് ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നു, യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു, യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ.